മിൽക്കി മിസ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. മാജിക് അവനിൽ നമ്മൾ പല പല വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട്. പക്ഷേ എന്താ പറയുക, ഏറ്റവും കൂടുതൽ നോൺ വെജ് ചെയ്യുമ്പോൾ അത് ചിക്കൻ തന്നെയാണ്. മത്സ്യം കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് പക്ഷേ സീസണലാണല്ലോ. എപ്പോഴും എല്ലാ മത്സ്യവും നമുക്ക് സുലഭമായി കിട്ടാറില്ല. ചില സമയത്ത് അത് വളരെ പ്രൈസി ആയിരിക്കും, ഒരുപാട് വില കൊടുത്ത് വാങ്ങണം. അതേസമയം അല്ലാത്ത മത്സ്യങ്ങളും ഉണ്ട് കേട്ടോ, ചെറു മത്സ്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും പ്രോൺസ് അഥവാ നമ്മുടെ കൊഞ്ച് കൊണ്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നത് കുറച്ച് കുറവല്ലേ. അപ്പോൾ ഇപ്രാവശ്യം കൊഞ്ച് കൊണ്ടൊരു കാര്യം ചെയ്താലോ. അപ്പോൾ കൊഞ്ച് കൊണ്ട് നമുക്കൊരു ഫ്രൈ ഉണ്ടാക്കാം. അതൊരു കൂന്താപ്പൂർ മസാല വെച്ചിട്ടാണ്, അതൊരു മാംഗ്ലൂർ സ്റ്റൈലിലെ മസാല വെച്ചിട്ടൊരു പ്രോൺസ് ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൂന്താപ്പൂർ മസാല പൗഡറിന് വേണ്ട ചേരുവകൾ: വറ്റൽമുളക് 8 എണ്ണം, മുഴുവൻ മല്ലി 2 ടീസ്പൂൺ, കുരുമുളക് 1/2 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, വെളുത്തുള്ളി 1 വലിയ അല്ലി. ഇനി കൊഞ്ച് വേവിക്കാൻ ആവശ്യമുള്ള ചേരുവകൾ: കൊഞ്ച് 1/2 കിലോ അഥവാ 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി അരച്ചത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1 ടീസ്പൂൺ, വെള്ളം 1/4 കപ്പ്, ഏകദേശം 1/4 കപ്പ് എന്ന് പറയാം. തയ്യാറാക്കിയ കുന്താപ്പൂർ മസാല പൗഡർ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം, എരിവിനനുസരിച്ചിട്ട്. ഇനി മറ്റു ചേരുവകൾ: എണ്ണ 3 ടേബിൾ സ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടി, സവാള 3 ഇടത്തരം ചെറുതായി അരിഞ്ഞത്, ലെമൺ ജ്യൂസ് അഥവാ നാരങ്ങാ നീര് 1 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്. കൂന്താപ്പൂർ പ്രോൺസ് ഫ്രൈ എന്ന് പറയുമ്പോൾ കൂന്താപ്പൂർ എന്നുള്ളൊരു മസാല വേണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനുള്ള മസാല പൗഡർ തയ്യാറാക്കി വയ്ക്കാം. ഇത് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കുപ്പിയിൽ അടച്ച് വയ്ക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി ചെയ്താൽ മതി. അതൊരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നു. ഒരല്പം എണ്ണ ഒഴിച്ചിട്ട്, ഇത് ഏത് തരം എണ്ണയിലും ചെയ്യാം. പിന്നെ മാംഗ്ലൂർ ഡിഷ് ആയതുകൊണ്ട്, മാംഗ്ലൂർ സ്റ്റൈൽ ആയതുകൊണ്ട് നമ്മുടെ വെളിച്ചെണ്ണയും ഓക്കെയാണ്. കാര്യം നമുക്ക് ആ ഒരു തേങ്ങയുടെ ടേസ്റ്റൊന്നും പ്രശ്നമില്ല. വറ്റൽമുളക് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്, അതൊന്ന് വറുത്ത് മാറ്റാം. പിന്നെ വേണ്ടത് മല്ലി, ഇത് മുഴുവൻ മല്ലി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളകുണ്ട്, ഉലുവയുണ്ട്, എല്ലാം ഇച്ചിരി മതി. പിന്നെ വെളുത്തുള്ളി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വറുത്ത് പൊടിക്കേണ്ടത്. അപ്പോൾ നല്ല ചൂടായി വരട്ടെ പാത്രം. ആദ്യം മുളക് വറുക്കാം. അപ്പോൾ മുളക് ഏതാണ്ട് മുരിയാറായി വരുമ്പോൾ ഒരു പകുതി ആകുമ്പോൾ നമുക്ക് മല്ലി 2 ടീസ്പൂൺ ചേർക്കാം. മല്ലിയും കൂടി ചേർത്തിട്ട് വറുത്തെടുക്കാം. മല്ലി മുളക് വറുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഇതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക്, പെപ്പർകോൺസ്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണിനകത്ത് ഉലുവ, മുഴുവൻ ഉലുവയും കൂടി ചേർക്കാം. എല്ലാം കൂടി മൂത്തൊരു മണം വരട്ടെ. അപ്പോൾ തീയിൽ നിന്നും മാറ്റാം. ആഹാ, മണം വന്നു തുടങ്ങി. മുളകൊക്കെ അത്യാവശ്യം മൂത്ത് കഴിഞ്ഞു. ഇനി മല്ലി, കുരുമുളക്, ഉലുവ ഇത്ര മതി. പാത്രം നല്ല ചൂടായതുകൊണ്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ചൂടിൽ തന്നെ ബാക്കി മൂത്തുകൊള്ളും. യെസ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി. ഇതിപ്പോൾ ഇത്രയും മസാലയല്ലേ ഉള്ളൂ, അപ്പോൾ 2 അല്ലി വെളുത്തുള്ളി മതിയാകും. 2 അല്ലി അത് വറുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് പൊടിക്കുന്ന സമയത്ത് ഇത് പൊടിച്ചിട്ട് ലാസ്റ്റ് ഈ 2 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചാൽ മതി. കൂട്ടത്തിൽ കിടന്ന് പൊടിഞ്ഞ് കിട്ടും. പിന്നെ വെളുത്തുള്ളിയുടെ കാര്യം പറയുമ്പോൾ സ്കിന്ന് മാറ്റണം എന്നില്ല, അങ്ങനെ തന്നെ ഇടാം. അതാണ് ചെയ്യാൻ പറ്റുന്നത്. കഴിഞ്ഞു. ഇതേ പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഒരല്പം ഒന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം കൂടി 2 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചേർത്ത്, വിത്തൗട്ട് ഈ ഒരു സ്കിന്ന് മാറ്റാത്തത് എല്ലാം കൂടി ചേർത്ത് പൊടിച്ചിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഞെട്ടൊക്കെ മാറ്റിയിട്ടേ പൊടിക്കാവുള്ളൂ. പൊടിച്ചിട്ട് അപ്പോൾ നമ്മുടെ കുന്താപ്പൂർ മസാല പൗഡർ റെഡി. അത് കഴിഞ്ഞിട്ടാണ് നമ്മളത് പ്രോൺസ് ഫ്രൈ ആക്കി മാറ്റുന്നത്. അങ്ങനെ നമ്മുടെ കുന്താപ്പൂർ മസാല പൗഡർ ഞാൻ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ഫൈനായിട്ട് ഞാൻ പൊടിച്ചിട്ടില്ല, ഒരു ചെറിയ തരിതരിപ്പായിട്ട് തന്നെയാണ് പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളിയുടെ പീസും കൂടി ഇതിനകത്ത് ചേർന്നിട്ട് അങ്ങ് ചതഞ്ഞങ്ങോട്ട് കിട്ടും. പൊടിയുടെ കൂടെ ആകുമ്പോൾ പൊടിയായിട്ട് തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വരും. നമുക്കതാണ് ആവശ്യം. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കുന്താപ്പൂർ മസാല പൊടി റെഡി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് കൊഞ്ച്. ഇത് 1 കപ്പ് കൊഞ്ചുണ്ട്, അതായത് 1/2 കിലോ ക്ലീൻ ചെയ്ത കൊഞ്ചിനെ എടുത്തിട്ട്, മീഡിയം സൈസാണ്, ഒരുപാട് ചെറുതുമല്ല ഒരുപാട് വലുതുമല്ല.
ഇതിലേക്ക് 1-2 കാര്യങ്ങൾ, അതായത് ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി അരച്ചതും. ഇത് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, ഇത് രണ്ടും ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, ഇത് ഇച്ചിരിയല്ലേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, 1/2 ടീസ്പൂൺ തന്നെ ഇടാം. എനിക്കൊരു 1/2 ടീസ്പൂണാണ് ഇഷ്ടമുള്ളൊരു കണക്ക്. പിന്നെ ഇച്ചിരി ഉപ്പ്, കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നമ്മുടെ കുന്താപ്പൂർ മസാല പൗഡർ, അത് ഫുള്ള് വേണ്ട, ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ എടുക്കാം. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി. ആ മസാലയുടെ നമ്മൾ ഈ വറുത്തരച്ച തീയലിനൊക്കെ വറുത്തരക്കില്ലേ, അതുപോലത്തെ ഒരു മണമാണ് വരുന്നത്. പക്ഷെ ഇതിൽ ഉലുവയുണ്ട്, വെളുത്തുള്ളി, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി ഒരല്പം വെള്ളം, ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം. അപ്പോൾ നമ്മളിത് തവി കൊണ്ടിങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരു 1/2 കപ്പ് വരെ ആകാം. എന്നിട്ട് പാത്രം ഒന്ന് അടച്ചിട്ടിട്ട് ആദ്യം ഈ കൊഞ്ചിനെ വേവിച്ചെടുക്കണം. കൊഞ്ച് വേകാൻ അധികം സമയമൊന്നും വേണ്ടാതറിയാലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മസാല ഉണ്ടാക്കലാണ്, അതിലിട്ടിട്ട് ആണ് കൊഞ്ചിനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എളുപ്പമാണ്, ഇതൊരു പ്രത്യേക സ്വാദുള്ളൊരു മസാലയും പ്രത്യേക രുചിയുള്ളൊരു വിഭവമായിരിക്കും. അപ്പോൾ ഇനി ഇതൊന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ഇതൊന്ന് വെന്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അതായത് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ വേകുന്ന കാര്യമാണ് കൊഞ്ച്, അധികം നേരമൊന്നും വേണ്ട. ഇനി അടപ്പ് തുറക്കാം. ഓക്കെ, ഇപ്പം ഏകദേശം ആയിക്കഴിഞ്ഞു സംഭവം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഈ ഒരു പാത്രം നമ്മൾ അടുപ്പിൽ നിന്നും മാറ്റുന്നു. എന്നിട്ട് ഇതേ അടുപ്പിലേക്ക് കൊഞ്ച് വെന്ത് കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഇത്രയും ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാലും മതി. ഇതിങ്ങനെ ഇരിക്കട്ടെ ഒരു സൈഡിൽ. അതേ അടുപ്പിലേക്ക് തന്നെ കുറച്ചുകൂടി വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വരെ ആകാം. ഓക്കെ, നല്ല ചൂടാകട്ടെ. എണ്ണ ചൂടായി, അതിലേക്ക് ഒരു നുള്ള ഉലുവ, ഒരു മൂത്ത് വരുന്ന സമയത്ത്, ഉലുവ മൂത്ത് കഴിഞ്ഞു, സവാള. ഇതൊരു 2 മീഡിയം സൈസ് സവാളയാണ്, ചെറുതായി അരിഞ്ഞതും ചേർക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നമ്മുടെ കേരള ടച്ചാണ്, കുഴപ്പമില്ല, സൗത്ത് ഇന്ത്യയിലല്ലേ. ഞാൻ ചെറുതായിട്ട് അത് ഒന്ന് അപ്പോൾ ഈ ഉള്ളി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇനി ഇതിലാണ് പ്രോൺസിനെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തത്. ഫ്രൈ മീൻസ് ഒന്ന് പെരണ്ടിരിക്കുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാം. 2 രീതിയിൽ ചെയ്യാം. ഭയങ്കര ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് പ്രോൺസിനെ വറ്റിച്ച് വേവിച്ചെടുത്തിട്ട്, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വറ്റിച്ചിട്ട് ഇതിനകത്തേക്ക് പ്രോൺസും എന്താ പറയുക, മസാല, ചെറിയ മസാല ഉണ്ടാവുമല്ലോ കട്ടിക്കിരിക്കുന്ന, ആ ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്ന കൊഞ്ചിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്ന പോലെ എടുക്കും. അതല്ലൊരു മസാല സ്റ്റൈലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതുപോലെ കുറച്ച് ചാറോടുകൂടി വേവിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ സവാളയുടെയൊക്കെ നിറം ഒന്ന് ചെറുതായി മാറി തുടങ്ങട്ടെ. അതായത് നോക്കിയേ, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകാൻ തുടങ്ങുന്നു. ഈ ഒരു സ്റ്റേജിൽ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഈ കൊഞ്ചിൻ്റെ കഷ്ണങ്ങൾ വിത്ത് മസാല അതിലേക്ക് ചേർക്കാം. ആഹാ, നല്ല മണം. അപ്പോൾ കൊഞ്ച് അതിൻ്റെ കുറച്ച് മസാലയോടുകൂടി നമ്മൾ ഈ കുറച്ച് ബ്രൗണായി തുടങ്ങിയ സവാളയിലേക്കാണ് ചേർത്തത്. ഇനി ഇതിങ്ങനെ ഇളക്കി വഴറ്റാം. ഒരു എന്താ പറയുക, മൊരിക്കുന്ന പോലെ. അപ്പോൾ കൊഞ്ചിങ്ങനെ ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് വറുക്കാനായി കുറച്ചുകൂടി ഒന്ന് മൊരിയണം.
ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി ആണല്ലോ, നമ്മൾ 1/2 കിലോ കൊച്ചെന്ന് പറഞ്ഞ് ഇത്രയല്ലേ വരുള്ളൂ, 1 കപ്പ്. അതിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇത്ര കിട്ടുള്ളൂ. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് വയ്ക്കുക. അപ്പോൾ ആ ഉള്ളി കുറച്ചുകൂടി ഒന്ന് മുരിയും. അപ്പോൾ ആ ഒരു മണം, കൊഞ്ചും മുരിഞ്ഞ ഉള്ളിയും കൂടി ഉള്ളൊരു മണം വരും. ഇനി ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ബാക്കി കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർക്കണം. കുന്താപ്പൂർ മസാല പൗഡർ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടാണ് വേവിച്ചത്. ഇച്ചിരി അത്യാവശ്യം എരിവുള്ളതാണ്, അത് നോക്കിയിട്ട് ചെയ്താൽ മതി. വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നു. ഇച്ചിരി സ്പൈസി ഡിഷാണിത്. തീ അല്പം ഒന്ന് കുറയ്ക്കാം. എന്താ മണം! ഇത് 1/2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ നമുക്ക് എരിവ് എത്ര വേണം അതനുസരിച്ചിട്ട് ചേർക്കാം. വെരി വെരി യമ്മി മണം. ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി ഞാൻ ചേർക്കുന്നു. ഓക്കെ, നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. ഞാനിപ്പോൾ ഇതൊരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിരിയൻ മുളകിൻ്റെ വറ്റൽമുളകാണെങ്കിൽ 10 വരെ ആകാം. അല്ലാത്താണെങ്കിൽ ഒരു 6-7 മാക്സിമം മതിയാകും. യെസ്, റെഡി. ഇനി ഒരു അല്പം നാരങ്ങ നീര്, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർക്കുക. ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. യെസ്, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. കുന്താപ്പൂർ പ്രോൺസ് ഫ്രൈ ഈസ് റെഡി, മാംഗ്ലൂർ സ്റ്റൈൽ. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളുടെ കുന്താപ്പൂർ പ്രോൺ ഫ്രൈ പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കുന്താപ്പൂർ പ്രോൺസ് ഫ്രൈസ് റെഡി. ഇത് ആക്ച്വലി പറഞ്ഞാൽ ഞാൻ എടുത്ത മസാല ഫുൾ ഇട്ടില്ല. ഇനി 1 ടേബിൾ സ്പൂൺ മസാല പൗഡർ ബാക്കിയുണ്ട്. ഇനി അതും കൂടി ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 സവാളയും കൂടി വേണമെങ്കിൽ ഇതുപോലെ വഴറ്റി ചേർത്തിട്ട് ക്വാണ്ടിറ്റി കൂട്ടാമല്ലോ. അങ്ങനെ പ്രോൺസ് ഇപ്പോൾ 1 കിലോ വാങ്ങിച്ചാലും ഇത്രയും പൊടി തന്നെ ധാരാളം മതിയാകും. ഇതിപ്പോൾ 1/2 കിലോ എടുത്തിട്ട് ഞാൻ ഇത്രയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഇനി 1 കിലോ ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിലും ഈ പൗഡർ നമ്മൾ ഉണ്ടാക്കിയില്ലേ മസാല പൗഡർ, അത് അത്ര തന്നെ മതിയാകും. സവാളയുടെ എണ്ണം 1-2 എണ്ണം കൂടി കൂട്ടണം, 2-3 എണ്ണം കൂട്ടിയിട്ട് ചെയ്യാം. ഇനി അഥവാ പ്രോൺസ് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. സവാളയുടെ കൂടുതലായിട്ട് ഒരു 3 സവാള, ഇപ്പോൾ ഞാൻ 2 എണ്ണം എടുത്തു, അതൊരു 4 എണ്ണം എടുത്തിട്ട് വേണമെങ്കിൽ ആ 1 ടേബിൾ സ്പൂൺ ബാക്കി ഇരിക്കുന്ന പൊടിയും കൂടി ചേർക്കാം. ഇത്രയും പൊടിയാണ് ഇനി ബാക്കിയുള്ളത്, 1 ടേബിൾ സ്പൂൺ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത് എരിവനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. പിരിയൻ മുളകിൻ്റെ പൊടിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. പിരിയൻ മുളക് വെച്ചിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഇതൊരു സ്നാക്കായിട്ട്, എന്താ പറയുക, സ്റ്റാർട്ടറായിട്ട് ഒരു ഫെലോഷിപ്പ് പാർട്ടിയൊക്കെ നടക്കുമ്പോൾ, ഒരു ലിക്കർ പാർട്ടിയൊക്കെ നടക്കുകയാണെങ്കിൽ നല്ലൊരു സ്റ്റാർട്ടർ ഐറ്റം ആയിരിക്കും. ഒരു എന്താ പറയുക, സ്നാക്കായിട്ട് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു സ്റ്റാർട്ടറായിരിക്കും, അടിപൊളിയായിരിക്കും. ഓക്കെ, ഈ എന്താ പറയുക, തൊട്ട് കഴിക്കാനായിട്ട് വയ്ക്കുന്ന കാര്യത്തിൻ്റെ കൂട്ടത്തിൽ ഇത് കയറ്റാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത് കൂടാണ്ട് നമുക്കിത് പല ടൈപ്പ് ഓഫ് ദോശയ്ക്കകത്തുള്ള ഫില്ലിംഗ് ആയിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഒരു നമ്മൾ മസാല ദോശയുടെ ഫില്ലിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ വിചാരിക്കാം. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ ചോറിൻ്റെ സൈഡായിട്ട് വയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മസാല പൗഡർ റെഡിയാക്കി കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി, അപ്പോൾ ഒരു 250 ഗ്രാം വറ്റൽമുളകും അതിനനുസരിച്ചിട്ട് അതിൻ്റെ നേർ പകുതി മല്ലി എടുത്തിട്ട് 125 ഗ്രാംസ് എടുത്തിട്ട് ആ ഒരു പ്രൊപ്പോർഷനിലെല്ലാം എടുത്തിട്ട് പൊടിച്ച് കുപ്പിയിലാക്കി വെച്ചാൽ ആവശ്യത്തിന് 1-2 ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ എത്ര വേണം അതനുസരിച്ചിട്ട് യൂസ് ചെയ്തിട്ട് കുന്താപ്പൂർ മസാല ഐറ്റംസ് എല്ലാം ചെയ്യാം. അപ്പോൾ ചിക്കനിൽ ചെയ്യാം, ഇതിപ്പോൾ പ്രോൺസിൽ ചെയ്തേ ഉള്ളൂ, ഏത് തരം ഇറച്ചിയിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും.
ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദി വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു മധുരമായാലോ. ഇത് ഇച്ചിരി സ്പൈസി ഫയറി ഡിഷായിരുന്നു നമ്മൾ ആദ്യം ഉണ്ടാക്കിയത്. അടുത്തത് ഇപ്പോൾ മാമ്പഴക്കാലമാണ്. അപ്പോൾ മാമ്പഴക്കാലം എന്ന് പറയുമ്പോൾ അതും ഒരു മാംഗ്ലൂർ സ്റ്റൈൽ ഡിഷ് തന്നെ ആയിക്കോട്ടെ. മാമ്പഴം കൊണ്ടൊരു രസായനം ഉണ്ടാക്കാം. മാമ്പഴം രസായനം ഇത് ശരിക്കും പറഞ്ഞൊരു ഡിസേർട്ടായിട്ട് ഒരു മധുരമായിട്ട് തണുപ്പിച്ച് കഴിക്കാൻ പറ്റിയ കാര്യമാണ്. പക്ഷേ വളരെ സിമ്പിളായിട്ട് നാടൻ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല മധുരമുള്ള മാങ്ങ വെച്ച് ചെയ്യാം. അപ്പോൾ ഈ മാംഗോ രസായനം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി മാംഗോ രസായന ചേരുവകൾ: നന്നായി പഴുത്ത മാമ്പഴം 3 വലുത്, തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞത്. നന്നായി പഴുത്ത മാങ്ങ ചെറുതായിട്ടൊന്ന് ഉടച്ച് എടുത്താലും നല്ലതായിരിക്കും. പൊടിച്ചത് 1 കപ്പ്, ഏലക്കാപ്പൊടി 3/4 ടീസ്പൂൺ. അപ്പോൾ നമ്മുടെ മാമ്പഴം രസായന അഥവാ മാംഗോ രസായന തയ്യാറാക്കിയാലോ. ഈ രസായന എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ആയുർവേദ ലേഹ്യം പോലെയൊക്കെ തോന്നുന്നുണ്ടാവില്ല. അങ്ങനെയൊന്നുമല്ല. ഇതൊരു പായസം പോലെ തന്നെ വിചാരിക്കുക, ഒരു മാംഗോ പായസം പോലെ. പക്ഷേ അടുപ്പിൽ വെച്ച് കത്തിച്ച് കുറുക്കി വറട്ടി അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇതിപ്പോൾ നല്ല മധുരമുള്ള ഒരു 3 ഇടത്തരം സൈസിലെ മാങ്ങയായിരുന്നു. ഇത് നമ്മുടെ കോട്ടുകോണം മാങ്ങയാണ്. നല്ല മധുരമുള്ള ഏത് മാങ്ങയാണെങ്കിലും ഓക്കെയാണ്. അത് ചെറിയ പീസസ് ആയിട്ട് അത് ഇഷ്ടമുള്ള ആകൃതിയിലായിക്കോട്ടെ. പിന്നെ വരുന്നത് ശർക്കര പൊടിയാണ്. ശർക്കര ചീകി എടുക്കുക അല്ലെങ്കിൽ പൊടിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് പൊടിച്ച ശർക്കര വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റ്സിൽ. അപ്പോൾ ഞാനിത് പൊടിച്ച ശർക്കരയാണ്. അഴുക്കില്ലാത്ത നല്ല ബ്രാൻഡ് നോക്കി വാങ്ങുക. ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്, 1 കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണമാണ് നമ്മൾ ചേർക്കേണ്ടത്. മധുരം എത്ര വേണം അതനുസരിച്ചിട്ട്. പിന്നെ ഒരു 2-ാം പാലിൻ്റെ കയവില്ല, തീരെ നെടുകിയതല്ല, അത്യാവശ്യം കുറുകിയ തേങ്ങാപ്പാൽ. അത്യാവശ്യം കുറുകിയ തേങ്ങാപ്പാലും സെറ്റാണ്. ഇതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പും കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. പിന്നെ കുറച്ച് ഏലക്ക പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ആദ്യം തേങ്ങാപ്പാൽ കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിക്കാം. ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി കുറുകിയ തേങ്ങാപ്പാലാണ് നല്ലത്. ഒരുപാട് ലൂസ് വേണ്ട. അതിലേക്ക് മധുരം, ശർക്കര പൊടിച്ചതും ഇട്ടിട്ട് ഇങ്ങനെ അലിയിച്ചെടുക്കാം. തേങ്ങാപ്പാലിൻ്റെ കളർ മാറി തുടങ്ങുന്നത് നോക്കിയേ, അലിയുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പും ചേർക്കുന്നു. ഇനി കൂടുതൽ മധുരം വേണമെങ്കിൽ വീണ്ടും നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ 1 കപ്പ് പൗഡേർഡ് ജാഗറി അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര. 2 കപ്പ് തേങ്ങാപ്പാലും ഉണ്ട്, കുറുകിയ തേങ്ങാപ്പാൽ. ആ ശർക്കര അലിയുന്ന വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇനി മണത്തിനൊരു പ്രധാന കാര്യമുണ്ട്, ഏലക്ക പൊടിച്ചത്. അത് ആദ്യം ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. നല്ല മണം വരും. ഈ ഏലക്ക ചേർക്കുമ്പോൾ തന്നെ ഒരു പായസത്തിൻ്റെ മണമാണ് വരുന്നത് നമുക്ക്. നല്ല രസമുണ്ടല്ലേ. യെസ്, ശർക്കര അലിയട്ടെ. പെട്ടെന്ന് അലിയും. പൊടിച്ച് ഈ പൗഡർ ജാഗറിയാണ് വാങ്ങുന്നതെങ്കിൽ പെട്ടെന്ന് അലിയും. അല്ലെങ്കിൽ നമ്മൾ ചീകി എടുക്കണം, അതാണെങ്കിലും ഓക്കെയാണ്. പക്ഷേ ഒട്ടും തന്നെ മണ്ണോ ഒന്നും ഇല്ലാണ്ട് അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരപ്പൊടി മാത്രമേ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര കട്ടിക്ക് ഉരുക്കിയിട്ട് അരിച്ച് ഒഴിച്ചാലും മതി. അപ്പോൾ അതനുസരിച്ചിട്ട് തേങ്ങാപ്പാലിൻ്റെ അളവ് നോക്കിയിട്ട് ചേർക്കുക. അങ്ങനെ ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ വന്നു. ഇനിയാണ് നമ്മളിതിലേക്ക് മാമ്പഴം, അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാമ്പഴം കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടച്ച് ചേർത്താലും കുഴപ്പമില്ല. നന്നായിട്ട് തവി കൊണ്ട് ഞാൻ ഇച്ചിരിയൊക്കെ ഒന്ന് ഉടച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മാങ്ങ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓവർ റൈപ്പല്ല. ആക്ച്വലി ഇതിന് വേണ്ടത് കുറച്ചുകൂടി റൈപ്പായിട്ടുള്ളൊരു മാങ്ങയാണ്. നമ്മളിപ്പോൾ പുളിശ്ശേരി മാങ്ങ എന്നൊക്കെ പറയില്ല, അതുപോലെ നമുക്ക് ഉടച്ച് ചേർക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും പഴുത്ത നല്ല തുടുത്ത മാങ്ങയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടഞ്ഞ് കിടക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അല്ലാണ്ട് തന്നെ കുറച്ചൊക്കെ ഉടച്ചിട്ടുണ്ട്. ഇത് ഒരു നോ ഫയർ കുക്കിങ്ങിന് പറ്റിയ ഒരു ഐറ്റമാണ്. ഇത് സ്വീറ്റായിട്ട് ഉപയോഗിക്കാൻ. തണുപ്പിച്ചാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. നല്ല തണുപ്പിച്ച് ചിൽഡായിട്ട് എന്നിട്ട് ഇങ്ങനെ ബൗളിലാക്കിയിട്ട് നമുക്കെല്ലാവർക്കും സെർവ് ചെയ്യാൻ പറ്റും.
അപ്പോൾ നമ്മുടെ മാമ്പഴം രസായനം കാണുന്നുണ്ടല്ലോ, അടിപൊളിയാണ്. പക്ഷേ ഇതിങ്ങനെയല്ല കഴിക്കേണ്ടത്, നല്ല ചിൽഡായിട്ട് തണുപ്പിച്ചിട്ട് ഒരു ഡെസേർട്ട് പോലെ കഴിക്കാം, ഡെസേർട്ട് ഐറ്റം പോലെ എക്സലൻ്റ് ആയിരിക്കും. അപ്പോൾ പായസത്തിനെയൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അടുപ്പ് കത്തിക്കുകയോ വേണ്ട. ഇത് മാമ്പഴം കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഓട്ടഞ്ഞൊക്കെ അതിനകത്ത് ചേരുക എന്നുള്ളതാണ്. ആ ഫ്ലേവർ പരസ്പരം ഇങ്ങനെ വരണം, തേങ്ങാപ്പാലിൻ്റെയും ശർക്കരയുടെയും കൂടെ. പിന്നെ ഏലക്ക എൻഹാൻസ് ചെയ്യും ഫ്ലേവേഴ്സൊക്കെ. അപ്പോൾ ഈ മാമ്പഴക്കാലത്തേക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് മാമ്പഴ രസായനം. ഇതെന്തായാലും ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നു, തണുപ്പിച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഈ ഒരു മാമ്പഴ രസായനം ഇഷ്ടമായല്ലോ അല്ലേ? മാമ്പഴം കൊണ്ടിങ്ങനെ ചെയ്യാൻ പറ്റുന്ന മാംഗോ രസായനം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ച വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ ഞാൻ പ്രോൺസിൽ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചിക്കനിൽ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരം മത്സ്യത്തിൽ ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. മട്ടണിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ കുന്താപ്പൂർ മസാല പൗഡർ തയ്യാറാക്കി വീട്ടിൽ വെച്ചേക്കുക. ആവശ്യാനുസരണം എന്ത് വെജിറ്റേറിയൻ ഐറ്റംസിലും വേണമെങ്കിൽ ചെയ്തെടുക്കാം, ഇഷ്ടത്തിന് ചെയ്യാം. ഓക്കെ, അതൊരു നല്ലൊരു ഫ്ലേവറാണ്. രണ്ടാമത് കാണിച്ചതും സിമ്പിളായിട്ട് നമുക്ക് ഈ ഗ്യാസ് ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ അധികം അടുപ്പൊന്നും കത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആണെങ്കിൽ നോ ഫയർ കുക്കിങ്ങിൻ്റെ കാറ്റഗറിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന സീസണൽ ഫ്രൂട്ട്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് മാംഗോ രസായനം. അപ്പോൾ ഈ 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.